അപ്പോൾ നമ്മൾ ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ്ങും സെർവർ സൈഡ് റെൻഡറിങ്ങും ക്ലയൻറ്റ് സൈഡ് കമ്പോണൻറ്റും സെർവർ സൈഡ് കമ്പോണൻസും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോർഷൻ ഇപ്പം കുറച്ചുകൂടി ബെറ്റർ ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം, ബാക്കി നമുക്ക് വരുന്ന രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. പക്ഷേ എനിക്ക് വേറൊരു കാര്യം കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്താനുണ്ട്. കാരണം നമ്മൾ ആദ്യം മുതലേ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ റിയാക്റ്റ് SEO ഫ്രണ്ട്ലി അല്ല, Next.js SEO ഫ്രണ്ട്ലി ആണ് എന്നുള്ളതല്ലേ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് റിയലായിട്ടൊന്ന് കാണണ്ടേ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമുക്കൊന്ന് കണ്ടു നോക്കിയാൽ ആദ്യം നമുക്കൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഒരുപാട് സമയമെടുത്ത് മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്ന വെച്ചാൽ നമ്മൾ പേജ് റിക്വസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്ന ആ ഒരു ചെറിയ സ്പാൻ ഓഫ് ടൈമിൽ സംഭവിക്കുന്ന കാര്യമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, പേജ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ സെർവറിൽ ആ ഒരു പേജ് എന്ത് സംഭവിച്ചു, പ്രീ റെൻഡർ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇനിഷ്യൽ ലേ ഔട്ട് ഇവിടെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൂഗിളിൻ്റെ ബോട്ട് ക്രോൾ ചെയ്യാൻ നേരം എന്ത് സംഭവിക്കുന്നുണ്ട്, അതിന് നമ്മുടെ മെറ്റാഡേറ്റയും പിന്നെ ടൈറ്റിലും അതിനകത്തുള്ള കണ്ടൻറ്റും കാര്യങ്ങളും എല്ലാം റീഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെ റിയാക്റ്റിൻ്റെ കാര്യത്തിൽ ഈ ഒരു ഇനിഷ്യൽ ഇവിടെ ഇപ്പോൾ ഈ പേജ് കാണിച്ച ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് നമ്മുടെ റിയാക്റ്റിൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്, നമുക്കിവിടെ ഒന്നും തന്നെ കാണാനായിട്ട് സാധിക്കുന്നില്ല. കണ്ടോ, ഒരു എംറ്റി ആയിട്ടുള്ളൊരു പേജാണ് നമുക്ക് പ്രിവ്യൂ ആയിട്ട് കിട്ടുന്നത്. അപ്പം ഗൂഗിളിൻ്റെ ബോട്ട് കയറി വരുമ്പോൾ ഇവിടെ എംറ്റി ആണ്. സോ ഇത് നമുക്ക് SEO ഫ്രണ്ട്ലി അല്ല നമ്മുടെ റിയാക്റ്റിൻ്റെ കേസിൽ. ഓക്കെ, ഇനി നമുക്കിത് റിയലായിട്ട് ഞാനിവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു റിയാക്റ്റിൻ്റെ നമ്മൾ കഴിഞ്ഞ ലൈവിൽ ചെയ്ത ഒരു അക്കോഡിയൻ്റെ പ്രോജക്റ്റും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ Next.jsൻ്റെ പ്രോജക്റ്റും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അക്കോഡിയൻ. നമ്മൾ റിയാക്റ്റിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ Next.jsൻ്റെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫോൾഡർ കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ Next.jsൻ്റെ ഫോൾഡറും എനിക്കിവിടെ അക്കോഡിയൻ്റെ റിയാക്റ്റിൻ്റെ ഫോൾഡറും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് റൺ ചെയ്യുന്നത് ലോക്കൽ ഹോസ്റ്റ് 3000ലും നമ്മുടെ റിയാക്റ്റ് റൺ ചെയ്യുന്നത് 5173ലുമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഇപ്പം നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം റിയാക്റ്റ് തന്നെ നോക്കാം. ഓക്കെ, ഞാനിവിടെ വന്നു, ഞാൻ ഇൻസ്പെക്ട് എലമെൻറ്റ് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഈ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്ന ടാബിലേക്ക് വരിക. നെറ്റ്വർക്ക് എന്ന് പറയുന്ന ടാബിലേക്ക് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഞാനൊന്ന് റീഫ്രഷ് ചെയ്യുകയാണ്. ഓക്കെ, റീഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇപ്പം 5173 ലോക്കൽ ഹോസ്റ്റ് 5173 ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ ഇതുണ്ടോ, നമുക്കിവിടെ ഒരു ലോക്കൽ ഹോസ്റ്റ് 5173 നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. അതിൻ്റെ പ്രിവ്യൂ എന്ന് പറയുന്നത് എന്താണ്, എംറ്റി ആയിരുന്നു. ഇനിഷ്യലി അത് എംറ്റി ആയിരുന്നു. ഓക്കെ, ഇനി റെസ്പോൺസ് എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഇതുണ്ടോ, റെസ്പോൺസിനകത്ത് നമുക്ക് ഇവിടെ വരുമ്പം ഒരു div ID റൂട്ട് മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് വേറൊന്നുമില്ല. അപ്പം ആ ഒരു ഇനിഷ്യൽ പ്രിവ്യൂവിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇനിഷ്യൽ റെൻഡറിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ ഈ ഒരു പേജ് ഉണ്ടല്ലോ, അതിൻ്റെ പ്രിവ്യൂ ആണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എംറ്റി ആണ്, അതിനകത്ത് പ്രത്യേകിച്ച് ഡേറ്റ ഒന്നുമില്ല. അപ്പം ഗൂഗിൾ ബോട്ട് വിധി എഴുതും, ദിസ് ഈസ് നോട്ട് എ SEO ഫ്രണ്ട്ലി സൈറ്റ്. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ നെക്സ്റ്റ് ആപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ആപ്പ് ഈ പേജ് റെൻഡർ ചെയ്ത് കൊണ്ടുവരുന്നത് തന്നെ എവിടെ നിന്ന് തന്നെയാണ്, നമ്മുടെ സെർവറിൽ നിന്നാണ്. സോ ഞാനിവിടെ വന്നു, നമ്മുടെ നെറ്റ്വർക്കിൽ പോയി ഞാനൊന്ന് റീഫ്രഷ് ചെയ്തു അല്ലേ. അപ്പോൾ റീഫ്രഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പേജിനെ റിക്വസ്റ്റ് ചെയ്യാമെന്നാണ് അർത്ഥം. അപ്പോൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമുക്കിവിടെ നോക്കേണ്ടത് ലോക്കൽ ഹോസ്റ്റ് 3000 ആണ്. ഓക്കെ, നമുക്കിവിടെ ലോക്കൽ ഹോസ്റ്റ് ഉണ്ട്. നമ്മുടെ പ്രിവ്യൂവിനകത്ത് സെർവറിൽ നിന്ന് പ്രീ റെൻഡർ ചെയ്തിട്ടുള്ള HTML ആണ് വരുന്നതെന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നല്ലോ. ഇപ്പോൾ മനസ്സിലായോ? ഇതുണ്ടോ, ദിസ് ഈസ് ഹെഡർ, ദിസ് ഈസ് ഹോം പേജ്, ദിസ് ഈസ് ഫൂട്ടർ എന്ന് പറയുന്ന സാധനമാണ് അവിടുന്ന് നമ്മുടെ സെർവറിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി റെസ്പോൺസ് നോക്കുവാണെങ്കിലും നമുക്ക് ആ ഒരു പ്രീ റെൻഡർ ചെയ്തിട്ടുള്ള ആ ഒരു HTML നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. കണ്ടോ, നമ്മൾ കൊടുത്ത ഡേറ്റയും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. നമുക്ക് മനസ്സിലാവാത്ത ഒരു പോലെയൊക്കെയാണ് കിടക്കുന്നതെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ ഉണ്ട്. ഓക്കെ, ഒരു ഫയലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രിവ്യൂ ഇവിടെ അവൈലബിൾ ആണ്. സോ നമ്മുടെ SEO വരുമ്പം അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ബോട്ട് ക്രോൾ ചെയ്യുമ്പം ഡേറ്റാസ് ഉണ്ട്.
നമ്മുടെ സൈറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. സോ നമ്മുടെ സൈറ്റ് SEO ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് എടുത്തിട്ട് സെയിം സാധനം തന്നെ നിങ്ങൾ Next.jsലും ചെയ്ത് നോക്കുക, ഇതിലും ചെയ്ത് നോക്കുക. ഏതിൽ? നമ്മുടെ റിയാക്റ്റിലും ചെയ്ത് നോക്കുക. റിയാക്റ്റിൽ ചെയ്ത് നോക്കിയതിന് ശേഷം ആ കമ്പോണൻസിനെ അതുപോലെ എടുത്ത് നിങ്ങൾ ഇതിനകത്തേക്ക് മാറ്റിയാൽ മതി. നമ്മുടെ എവിടെയാണ്, നമ്മുടെ Next.jsലേക്ക് മാറ്റിയാൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഈ പ്രിവ്യൂ ഒന്ന് കണ്ടു നോക്കുക. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ ഉണ്ടാവില്ല. നമ്മുടെ റിയാക്റ്റിൻ്റെ കാര്യത്തിൽ പ്രിവ്യൂ empty ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തുകൊണ്ടായിരുന്നു Next.js SEO ഫ്രണ്ട്ലി ആവുന്നത്, എന്തുകൊണ്ടാണ് React.js SEO ഫ്രണ്ട്ലി അല്ലാത്തത്. ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ്, സെർവർ സൈഡ് റെൻഡറിങ്, ക്ലയൻറ്റ് സൈഡ് കമ്പോണൻറ്റ്, സെർവർ സൈഡ് കമ്പോണൻസ്. അപ്പം ഒരു ഓവർവ്യൂ കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. കാരണം എന്നാലേ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ.